ഹലോ. അപ്പോഴേ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഇതേ കുറേ ചെടികളും പൂക്കളൊക്കെ ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞപ്പോൾ ഉമ്മാക്ക് ഇങ്ങോട്ട് വരാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ഉള്ളിൽ കയറിയപ്പോൾ തൊട്ട് ഓരോ പൂക്കളെയും ഭയങ്കര ആശ്ചര്യത്തോടെ നോക്കിയായിരുന്നു. പല പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ആ ഒരു ലാഘവത്തോടെ കേട്ടോ ഉമ്മ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഈ ബോട്ടിങ്ങിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയതുകൊണ്ട് തന്നെ നമ്മളാരും ബോട്ട് സവാരിക്കാരും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഈ ഡെസ്റ്റിനേഷൻ ഒന്ന് സന്ദർശിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ആ ഗെയിമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ അവരെയും കൊണ്ട് അതിലേക്കൊന്ന് നടന്ന് 1-2 റൈഡിലൊക്കെ അവരെ കയറ്റി നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെന്ന സമയം മുതൽ അവിടെ ചെറിയൊരു മഴ ഇങ്ങനെ പെയ്ത് നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളെയും കൊണ്ട് പോയത് കുഞ്ഞു മക്കളല്ലേ, ഒരാൾക്ക് 5 മാസം ഒരാൾക്ക് 2 മാസം മാത്രം പ്രായമായിട്ട്. ഇനി ഒരുപാട് കാഴ്ചകൾ ബാക്കി വെച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ലഞ്ച് കിട്ടോ ഇല്ലയോ ഒന്നും അറിയണ്ടായിരുന്നില്ല. ഏതായാലും നമ്മൾ പോണ വഴിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും നല്ല തണുത്ത് വിറച്ചിരിക്കായതുകൊണ്ട് ചെന്ന പാടെ എല്ലാവരും ഓരോ ചായ അങ്ങോട്ട് കുടിച്ചു. എല്ലാവരും ഒന്ന് ചൂടായതിനു ശേഷം പിന്നെ നമ്മൾ ഓർഡർ കൊടുത്തത് ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. കാരണം ലേറ്റ് ആയതുകൊണ്ട് തന്നെ റൈസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഫ്രൈഡ് റൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാലേ ഒരുപാട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. കുഞ്ഞു മക്കളായതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് ഇനി അവിടെ ഒരുപാട് സമയം നിൽക്കാൻ ഉമ്മാക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഞാനേ വന്ന ഫ്രൈഡ് റൈസിന്റെ ഒരു കഥ പറയാം. ഉച്ചക്ക് ബാക്കി വന്ന ബിരിയാണി റൈസിൽ വേവിച്ച കുറച്ച് ചിക്കൻ ഇട്ട് ഇളക്കിയ അവസ്ഥയായിരുന്നു. എന്തായാലും കിട്ടിയതൊക്കെ കഴിച്ച് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഊട്ടി വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കാണ് കേട്ടോ. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്ത് കൂടെ കൂട്ടുക. അപ്പോൾ ഓക്കെ, ബൈ.